ചില ആളുകളൊക്കെ ഈ ഗൂഗിളിൽ പോയിട്ട് മെസ്സി കോൺട്രവേഴ്സി, എനിക്ക് മെസ്സിയായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ അതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ നോക്കൂ, കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചതാണ്. ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ശബരിമലയിലെ സ്വർണ്ണ വിഗ്രഹത്തിന്റെ അടിയിലെ പാളികൾ മൊത്തം അടിച്ചുകൊണ്ട് പോയി, ആ കട്ടിള അടിച്ചുകൊണ്ട് പോയി, ഈ യോഗദണ്ഡ് പത്മകുമാറിന്റെ മകൻ അതിന്റെ മുകളിൽ നിന്ന് ഉരുക്കി കൊണ്ടുപോയി, രുദ്രാക്ഷത്തിന്റെ സാധനം അടിച്ചുകൊണ്ട് പോയി, മേൽക്കൂര അവിടെ ഉണ്ടോ എന്നുള്ള മേൽക്കൂര അതോടുകൂടി പൊളിച്ച് വിൽക്കാൻ കൊണ്ടുപോയി. ഇനി ആ പഞ്ചലോഹ വിഗ്രഹം, അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ ഇരിക്കുന്നത് പഞ്ചലോഹാണോ എന്ന് മാത്രം സംശയമുള്ളൂ. അത് ആരും ഇതുവരെ പരിശോധിച്ചിട്ടില്ല. എൻ വാസുവിനെതിരായിക്കൊണ്ടും പത്മകുമാറിനെതിരായിക്കൊണ്ടും പ്രശാന്തിനെതിരായിക്കൊണ്ടും ഈ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനും അതിന് മുമ്പത്തെ മന്ത്രി രാധാകൃഷ്ണനും അതിന് മുമ്പത്തെ മന്ത്രി കടകംപള്ളിക്കും ഉൾപ്പെടെ എതിരായിട്ട് മൊഴി വന്നിട്ടുണ്ട്. ആ മൊഴി വന്ന സമയത്ത് ഇവർക്കെതിരെ ഒന്നും എന്താ ഡിവൈഎഫ്ഐ സമരം നടത്താത്തത്? ശബരിമലയിലേക്ക് എന്താ സമരം നടത്താത്തത്? ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ എന്താ സമരം നടത്താത്തത്? അങ്ങനെ ഒരു സ്ഥലത്തേക്കും സമരം നടത്താതെ തങ്ങളുടെ മുമ്പിലുള്ള ഒരു സാധനവും കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവാണ്.